കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിന്റെ ദയയും വിശ്വസ്തയും കരുണയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമാണ്. കീഴേ ശാശ്വത ഭുജങ്ങളാൽ അവിടെ നമ്മളെ വഹിക്കുന്നല്ലോ. വീഴാതെ കൊണ്ട് നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ളവന് എന്നും നന്ദി പറയാൻ ഇടയാവണം. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല, എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകയില്ല എന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ ഭുജം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരികയാണ്. സഹോദരങ്ങളെ, ആരും കാണാത്ത മരുഭൂമിയിൽ ഹാഗറിനെ കണ്ട ഒരു ദൈവം. ഹാഗർ പറയുകയാണ്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ. ആരും കാണാത്ത ഇടത്ത്, ആരും സംസാരിക്കാനില്ലാത്ത ഇടത്ത്, അവിടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇടത്ത് കാണുന്ന ഒരുവൻ നമ്മുടെ ദൈവമല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യമത്തിൽ ആശ്രയിക്കരുത്. ഏത് സമയത്തും സഹായിക്കാനും ഇറങ്ങി വരാനും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ശ്രേഷ്ഠ ഭുജത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവനെന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. പ്രിയരെ, കഷ്ടകാലത്ത് എല്ലാവരും മറക്കും, ആരും കൂടെ ഇരിക്കത്തില്ല. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. കൊരോത്രമാർ പറയുകയാണ്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയാണ്. നമുക്കും ഇന്ന് പകൽ പറയാൻ കഴിയണം, എല്ലാവരും മാറിയപ്പോഴും മറന്നപ്പോഴും മാറ്റി നിർത്തിയപ്പോഴും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തൊരു തുണയായവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പറയാൻ കഴിയില്ലേ സഹോദരങ്ങളെ? ആ ദൈവം ഒരു ദിവസത്തേക്കല്ല, ജീവപര്യന്തം നമ്മെ വഴി നടത്തും. ഈ ദൈവം എന്നും എന്നേക്കും നമ്മെ വഴി നടത്തും. ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ ശ്രേഷ്ഠഭുജത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. യെശയ്യാ 30:19 സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായും കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരം അരുളും. സ്തോത്രം. സിയോൻ നിവാസികളെ, ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കുന്നവരോടാ ദൂത്. പരാജയം ജീവിതത്തിൽ വന്ന് തന്റെ ജനത്തിന് തകർച്ചകളുടെ ഒരു വേലിയേറ്റം തന്നെ സംഭവിച്ചു. മനം തിരിഞ്ഞു വരാൻ ദൈവം അവരോട് പറയുകയാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവർ ക്ഷയിച്ചുപോയി, തളർന്നുപോയി, ക്ഷീണിച്ചുപോയി, കുഴഞ്ഞുപോയി. അടുത്ത അധ്യായങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായത് മനസ്സിലാവും. അങ്ങനെയുള്ളവർ വേദനിച്ചും സങ്കടപ്പെട്ടും ഇരുന്നപ്പോ ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് മടങ്ങി വരവുണ്ട്. നിങ്ങൾ മടങ്ങി വന്നു. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. സഹോദരങ്ങളെ, ജീവിതത്തിൽ വരുന്ന ചില തകർച്ചകൾ ദൈവത്തിന്റെ അടുക്കലേക്ക് നമ്മളെ അടുപ്പിക്കാൻ, ചേർത്ത് നിർത്താൻ, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുമെന്ന് വചനം നമ്മളെ പഠിപ്പിച്ചെത്തുമ്പോൾ വേദന ഉണ്ടാകും, സങ്കടം വരും.
വിഷമമുണ്ടാകും, പക്ഷെ നശിപ്പിക്കാനല്ല, തകർക്കാനല്ല, പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാൻ. തീയിലും വെള്ളത്തിലൂടെ കടക്കേണ്ടി വന്നു, വലയിലകപ്പെട്ടു, മുതുകത്ത് ഭാരം വെച്ചു, മനുഷ്യരെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. അടുത്ത ഭാഗം ശ്രദ്ധിക്കണേ. എങ്കിലും നീ ഒരു സമൃദ്ധിയിലേക്ക് ഞങ്ങളെക്കും. എങ്കിലും ഇതിന്റെയൊക്കെ നടുവിലും ആത്മാവിന്റെ സമൃദ്ധി, പ്രാർത്ഥനയുടെ സമൃദ്ധി, അഭിഷേകത്തിന്റെ സമൃദ്ധി, ഒരു വലിയ നിറവിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും എന്നുള്ളതിന് സംശയമില്ല. ഞെരുക്കത്തിലിരുന്നപ്പോൾ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ വിശാല സ്ഥലത്ത് എന്നെ കൊണ്ടുപോകും. സ്തോത്രം. ഞെരുക്കത്തിലുള്ള പ്രാർത്ഥന വലിയ വിശാലതയിലേക്ക് നമ്മളെ കൊണ്ടുവരും എന്നുള്ളതിനും സംശയമില്ല. ഇവിടെ സിയോൻ നിവാസികൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. കരയുന്നവർക്കൊരു മറുപടി ഉണ്ട് കേട്ടോ. ഹാഗർ കരഞ്ഞു, ദൈവം ഒരു മറുപടി കൊടുത്തു. ഹന്ന കരഞ്ഞു, ദൈവം ഒരു മറുപടി കൊടുത്തു. ആരൊക്കെ? മറിയ കരഞ്ഞു, മറിയെന്ന് വിളിക്കുന്ന ഒരു ശബ്ദം. സ്തോത്രം. ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, പലതിനെ ഓർത്ത് കരഞ്ഞും വിലപിച്ചും കൊണ്ടിരിക്കുന്നു പറയുന്നു. ഇനി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായി കരഞ്ഞു. യേശുവേ ദാവീദ് പുത്ര എന്ന ഉറക്ക നിലവിളിച്ച ഒരു ഭർത്തിമായുണ്ട്. ആർക്കും അവനോട് കരുണ തോന്നില്ല, പക്ഷെ യേശു അവനോട് കരുണ തോന്നി. അവൻ വിളിച്ചത് ഇങ്ങനെ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. ആ വിളിയുടെ മുമ്പിൽ കർത്താവ് നിൽക്കുകയാ. ഇന്ന് പകൽ വിളിക്കുന്നവന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. ആരൊക്കെ നിന്നില്ലെങ്കിലും ആരൊക്കെ നോക്കിയില്ലെങ്കിലും നിന്നെ കാണുന്ന, നിന്നെ നോക്കുന്ന സ്വർഗമുണ്ടെന്ന് വിളിച്ചു പറയാൻ ആത്മാവിൽ ഞാൻ നിയോഗിതനാണ്. ശ്രദ്ധിക്കണമേ, നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവൻ നിശ്ചയമായും കരുണത. അത് കേൾക്കുമ്പോൾ തന്നെ, ഇത് അവിടെ എത്തുമ്പോൾ തന്നെ ഉത്തരമല്ലുന്ന ഒരു ദൈവം. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിലില്ല, നിങ്ങൾക്കൊരു മറുപടി ഉണ്ട്. കേൾക്കുമ്പോൾ തന്നെ മറുപടി നൽകുന്ന ദൈവം, ഉത്തരമല്ലുന്ന ദൈവം, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറയുന്ന ശബ്ദം, ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ദൈവശബ്ദം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി മുഴങ്ങുകയാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. നന്ദി പറയാമോ? ഹൃദയം കലങ്ങിയ ചിലരോട് ദൈവത്തിന്റെ വചനത്തിന് പറയാനുള്ളത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകണ്ട. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരമുണ്ട്. തലമുറയുടെ വിഷയത്തിന്മേൽ ഉത്തരമുണ്ട്. കുടുംബത്തിനകത്തൊരു ഉത്തരമുണ്ട്. അഭിഷക്തന്മാരെ നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ഇടത്തൊരു ഉത്തരമുണ്ട്. ശരീരത്തിന്മേൽ ക്ലേശിക്കപ്പെടുന്ന ചിലരോട് ദൈവത്തിന്റെ വചനം പറയും, നിങ്ങൾക്കൊരു ഉത്തരമുണ്ട്. അടിപ്പണ്ട ശക്തി വ്യാപരിക്കുക, സൗഖ്യമാക്കുന്ന കരം നീട്ടുക, ദൈവാത്മാവിന്റെ ഇടപെടൽ വരികയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. നിലവിളിയുടെ ശബ്ദത്തിങ്കൽ തന്നെ ഉത്തരമരുളുന്ന ദൈവം ഇന്നും നമ്മോട് കൂടെയിരിക്കും. നമ്മെ സഹായിക്കും, നമ്മെ ശക്തീകരിക്കും, ബലം കൽപ്പിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും, ദൈവമഹത്വം ഇറക്കും. സ്തോത്രം ചെയ്താട്ട. അവിടുത്തെ ശബ്ദം ഇന്നും നമുക്ക് വേണ്ടി മുഴങ്ങുകയാണ്. ആ ശബ്ദത്താൽ നമ്മൾ ശക്തരാകുക. ദൈവാശ്രയമുള്ളവർ ധൈര്യത്തോടെ പറ, ഞങ്ങളുടെ നിലവിളിയുടെ മറുപടി ഇതാ വന്നിരിക്കുന്നു എന്ന് സാക്ഷ്യം പറയത്തക്ക രീതിയിൽ നന്മയ്ക്കായി ചില അടയാളങ്ങൾ ദൈവം ഇന്നും ചെയ്യാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. അത് നിഷ്ഫലമാകി പോകത്തില്ലെന്നേ കുഞ്ഞെ, അത് നിഷ്ഫലമാകത്തില്ല. മാതാവേ, സഹോദര, അത് നിഷ്ഫലമാകില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വന്നിരിക്കുന്നു. സർവശക്തന്റെ കരമിറങ്ങുകയാ. ഉന്നതനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സ്വർഗത്തിലും ഭൂമിയിലും സകലവിധ അധികാരവും ലഭിച്ച വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവിക പദ്ധതികൾക്കായി സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി സ്തോത്രം. അത്യുന്നതന്റെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ കരുതുന്ന ദൈവമഹത്വത്തിനായി സ്തോത്രം. ഇന്നും വീര്യമുള്ള ഞങ്ങളുടെ ഭുജത്തിനായി സ്തോത്രം. ഇനി കരഞ്ഞുകൊണ്ടിരിക്കണ്ട എന്ന് പറഞ്ഞ ദൈവശബ്ദത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന് പറയുന്ന, ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്ന
എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന, എന്റെ കാര്യം കുറുതായി പോയിട്ടില്ലെന്ന് പറയുന്ന ആ ദൈവശബ്ദം ഇന്ന് പകൽ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിന് സ്തോത്രം. ഒരു ഉത്തരം വന്നിരിക്കാൻ സ്തോത്രം. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരം ഇന്ന് പകൽ തന്റെ ജനത്തിന്റെ മേൽ ദൈവം നൽകുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിനെ ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം വിടുതലിന്റെ ദൈവം. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസ്തുതിക്കുന്നു.